ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിലാണല്ലോ നമ്മൾ ഇപ്പോൾ ഉള്ളത്. 20-ാം തീയതി അവസാന ഘട്ട വോട്ടെടുപ്പ്. ഇനി 3 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്, ബാക്കി നിൽക്ക്. അതേക്കുറിച്ച് നമ്മൾക്കൊന്ന് വിശകലനം ചെയ്യാം എന്ന് തോന്നുന്നു. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. നവംബർ 20-നാണല്ലോ അവസാന ഘട്ട വോട്ടെടുപ്പ്. മഹാരാഷ്ട്രയിൽ മുഴുവൻ സീറ്റിലേക്കും, ഛത്തീസ്ഗഡിലെ 2-ാം ഘട്ടവും, കേരളത്തിന്റെ നമ്മുടെ പാലക്കാട്, മറ്റു സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബാക്കിയുള്ള അതടക്കം 20-ാം തീയതിയിലെ വോട്ടെടുപ്പോടെ അവസാനിക്കുകയാണ്. നമ്മുടെ പാലക്കാട് മണ്ഡലത്തിലെ വോട്ടെടുപ്പിന്റെ പ്രചരണം പിടിപിടിക്കുകയാണ്. എല്ലാ പാർട്ടിയുടെയും എല്ലാ മുന്നണിയുടെയും ചെറുതും വലുതുമായ നേതാക്കൾ ഒരുവിധമൊക്കെ പാലക്കാട് ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഉപതെരഞ്ഞെടുപ്പ് ഈ കാഴ്ച സാധാരണയാണ്. കാരണം മറ്റു മണ്ഡലങ്ങളിൽ ഒന്നും തിരഞ്ഞെടുപ്പില്ല. ഇല്ലാത്തതുകൊണ്ട് ആവേശം ഉള്ള പ്രവർത്തകർ ഒക്കെ ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുക എന്നത് സ്വാഭാവികം. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു ആഴ്ച അധികം മുൻപ് തീരുമാനിച്ചതിൽ നിന്നും അധികം ലഭിച്ചു എന്നും ഒരു പ്രത്യേകതയാണ്. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം 2-ാം ഘട്ട വോട്ടെടുപ്പാണ് ഇനി നടക്കാനുള്ളത്. അവിടെയും ദേശീയ നേതാക്കളൊക്കെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യയിലെ തന്നെ വലുപ്പത്തിന്റെ കാര്യത്തിൽ 2-ാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിൽ 20-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ഇന്ത്യയുടെ ബിസിനസ് തലസ്ഥാനം എന്ന് അറിയപ്പെടുന്ന മഹാരാഷ്ട്രയിൽ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഹിന്ദി ന്യൂസ് ചാനൽ ടിവിയിലെ ഹിന്ദി ന്യൂസ് ചാനൽ ശ്രദ്ധിക്കുന്നവർക്ക് അതിന്റെ ആവേശം മനസ്സിലാവും. മഹാരാഷ്ട്രയിൽ പ്രാധാന്യമായും 2 മുന്നണികളായിട്ടാണല്ലോ മത്സരം. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയും BJP നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയും ആണ് പ്രധാന മത്സരം. ഇക്കുറിയിൽ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 2 മുന്നണിയിലും NCPയും ഉണ്ട്, ശിവസേനയും ഉണ്ട് എന്നത് തന്നെയാണ്. ശിവസേനയും NCPയും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ ഒരു ശക്തി പരീക്ഷണം കൂടിയാണ്. ഏത് നേതാവിനൊപ്പമാണ് ജനങ്ങൾ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പ്രചരണത്തിന്റെ കാര്യത്തിൽ BJPയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണികളും, BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും ഒപ്പത്തിനൊപ്പം എന്നാണ് മണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന പഠന റിപ്പോർട്ടുകൾ കണ്ട് മനസ്സിലാക്കും. പല മണ്ഡലങ്ങളിലും പഴയ സഹപാഠികളായ നേതാക്കന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടുന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. സൗഹൃദ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുമുണ്ട്. സൗഹൃദ മത്സരം എന്ന് പറഞ്ഞാൽ സീറ്റ് ഭാഗം വെക്കുന്നതിൽ ഉണ്ടായ പാകപ്പിഴ കാരണം ഒരേ മുന്നണിയിലെ പാർട്ടികൾ തന്നെ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയും അവിടെ നിന്ന് കാണുവാൻ സാധിക്കും. മറ്റു സംസ്ഥാനങ്ങളിലും പ്രചരണം പൊടിപൊടിക്കുകയാണ്. ഇന്ത്യയുടെ ബിസിനസ് തലസ്ഥാനമായി ആര് ഭരിക്കും എന്നറിയാൻ 20-ന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ് 23 വരെ കാത്തിരിക്കാം. 20-ാം തീയതിക്ക് ശേഷം സർവേകൾ പുറത്തു വരും. ഏതായാലും 23-ന്റെ ഫലത്തിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വിഷയവുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം.